നമസ്കാരം. JB ജംഗ്ഷൻ പോയ വർഷം ഈ വേദിയിൽ മിന്നിത്തെളിഞ്ഞ ഏതാനും വ്യക്തികളെയാണ് ഈ സവിശേഷ പരിപാടിയിൽ ഞങ്ങൾ കണ്ണുചേർക്കുന്നത്. ഓർത്തോർത്ത് ചിരിക്കാനും ചിന്തിക്കാനും പ്രേക്ഷകർക്ക് ഒരവസരം ഈ എപ്പിസോഡിലും ഞങ്ങൾ ഒരുക്കുന്നു. വലിയൊരു പാട്ടുകാരിയുടെ അരികു പറ്റി ഒരു ഇളം തെന്നൽ പോലെ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന ശ്വേത അതിവേഗമാണ് മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയത്. തനതായ ആലാപന ശൈലിയിലൂടെ ശ്വേത മികവിൻ്റെയും മിഴിവിൻ്റെയും നിരവധി ഗോപുരങ്ങൾ തീർത്തു. ശ്വേതയുടെ അമ്മ സുജ ഇവിടെ കുറെ സമയം ഇരുന്നിരുന്നു. എന്ത് തോന്നിയ ഇന്റർവ്യൂ? One of the best interviews അമ്മയുടെ. ആണോ? Yeah, of course. ആ ഒരു അഭിമുഖം കണ്ടിട്ട് ശ്വേത അമ്മ ആ ഇന്റർവ്യൂവിനോട് നീതി പുലർത്തിയെന്ന് വിശ്വസിച്ചോ? അതെയോ അമ്മയ്ക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാമായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടാസിന് വേണേൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കാനും തോന്നിയോ? ഇല്ല, ഐ തിങ്ക് എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് സുജയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്, ശ്വേതമോളെ ഇന്ന കാര്യങ്ങൾ ചോദിക്കും, ഇന്ന കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്. എന്താണ് ആദ്യത്തെ ഉപദേശം? കേൾക്കട്ടെ. എന്തായാലും മോളെ കോൺട്രവേഴ്സിയിലേക്ക് കിടക്കല്ലേ. ശ്വേത ഇവിടെ ഇരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഗാനങ്ങളുടെ ഒരു പെരുമഴയാണ്. ശ്വേത ഈ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരമ്മ ഗായിക, താങ്കളുടെ 15ാമത്തെ ഓപ്പറേഷനായിരുന്നു. അതെ, 15ാമത്തെ. ഓരോ ഓപ്പറേഷനും അതിൻ്റേതായിട്ടുള്ള വഴിത്തിരിവും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ത്യയിലെ തന്നെ മാധ്യമ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തിയ വലിയൊരു വാർത്താ മുഹൂർത്തമായിട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ പുരുഷനാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഇതൊക്കെ ഒരു അച്ചീവ്മെൻറ്റ്സാണ്. പക്ഷേ ഈ അച്ചീവ്മെൻറ്റ്സിൽ പോലും വലിയൊരു കഠിനാധ്വാനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷെ താങ്കൾ വളരെ കൂളായിട്ടായിരിക്കുന്നത്. പക്ഷേ താങ്കളുടെ ഹൃദയത്തിലൂടെ ഒരുപാട് വികാര വിക്ഷോഭങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ? ഞാൻ ഇതുപോലത്തെ ഉള്ളൊരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ടെൻഷനുണ്ടോ? ജോൺ ബ്രിട്ടാസിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു വളരെ അഭിമാനമുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു വികാരഭേദങ്ങളുണ്ട്. ഒരു ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഉള്ളൊരു വികാരഭേദങ്ങളില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു അതിനേക്കാൾ ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ് ഈ ഷോയിൽ പങ്കെടുക്കാന്നുള്ളത്. തീർച്ചയായിട്ടും. ഡോക്ടർ, നമ്മൾ ഈ ഹൃദയത്തിൻ്റെ ഭാഷയിലൊക്കെ സംസാരിക്കാന്ന് പറയും. ഏതാ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷ? ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഭാഷയാണ്. ദ ലാംഗ്വേജ് ഓഫ് ട്രൂത്ത്. ഹൃദയം കൊണ്ട് സംസാരിക്കുക, ഹൃദയം കൊണ്ട് ചിന്തിക്കുക, ഹൃദയം കൊണ്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഷോസ് എ ട്രൂത്ത് ഇൻ യു. അങ്ങനെയാണല്ലോ നമ്മൾ ഹൃദയത്തെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നമ്മളെ ബന്ധപ്പെടുത്തുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ശരീരത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവയവങ്ങളിലൊന്നാണ് ഹൃദയം. താങ്കൾക്ക് തരാൻ വേണ്ടി ഒരു ചെറിയ ഉപഹാരമായിട്ടൊരു ഫോട്ടോ. ഇത് മറ്റാരുമല്ല, ഇത് വലിയൊരു മുഹൂർത്തമാണ്. വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമ, ആ ഉടമയുടെ മകനാണ് ഈ നിൽക്കുന്നത് സുനിൽ. ഈ സുനിലിൻ്റെ അച്ഛനാണ് വലിയൊരു ഹൃദയം പ്രദാനം ചെയ്യുന്നത്. കേരളത്തിന് മാതൃകയായി അല്ലെങ്കിൽ ഡോക്ടറെ സൃഷ്ടിച്ച ഒരു ഹൃദയത്തിൻ്റെ ഉടമയുടെ മകനാണ് അദ്ദേഹം. ഇദ്ദേഹം വരച്ച ഒരു ചിത്രം, അത് ഡോക്ടറുടെ ചിത്രം തന്നെയാണ് അദ്ദേഹം വരച്ചിരിക്കുന്നത്. ഈ വരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സുനിൽ ഡോക്ടറുടെ ഫോട്ടോ ഒന്നും കണ്ടില്ല. സുനിലിൻ്റെ മനസ്സിൽ ഈ ചിത്രം ഉണ്ടായിരുന്നു. സുനിൽ വരച്ച ഈ ചിത്രം സുനിൽ തന്നെ ഡോക്ടർക്ക് കൊടുത്തുകൊണ്ട് ഈ ഷോ അവസാനിച്ചു. ഒരു കൊച്ചു പെൺകുട്ടി JB ജംഗ്ഷനിൽ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു. മലയാളി ഏറെ ഇഷ്ടപ്പെടുന്ന അഭിനയ പൈതൃകത്തിൻ്റെ കണ്ണിയാണെന്ന സവിശേഷത മാത്രമായിരുന്നു ഇതിന് കാരണം. എന്നാൽ വിവാദങ്ങളുടെ തിരയിളക്കത്തിൽ ശ്രീലക്ഷ്മി ശ്രദ്ധേയമായ വാർത്താ കേന്ദ്രമായി ഉരുത്തിരിഞ്ഞു. അവളുടെ ചിരിയും കണ്ണീരും JB ജംഗ്ഷനെ വികാരസാന്ദ്രമാക്കി. ചാരിയവാതിൽ തുറന്നു വരാൻ നിന്റെ ചാമരക്കൈകൾ. ശ്രീലക്ഷ്മിനെ ഞാനിവിടെ ഈ കസേരയിൽ ഇരുന്നതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒരുപിടി ചിത്രങ്ങളിലൂടെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു അഭിനേത്രി എന്നുള്ള പദവി. രണ്ട്, അതിനേക്കാൾ വലിയൊരു പദവി, കേരളം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു മഹാനടൻ്റെ മകൾ. ഈ രണ്ട് പദവി ശ്രീലക്ഷ്മിക്കുണ്ട്. ഇതിലൊരുപാട് സമ്മിശ്ര ഭാവങ്ങളുണ്ട്. അതായത് സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഒക്കെ. ഞാൻ വേണം ഒരു ചിത്രം കാണിക്കാം. ഓക്കെ, ഞാൻ ശ്രീലക്ഷ്മിയുടെ ജീവിതം വരച്ച് കാണിക്കാം. കണ്ടോ, നോക്കിക്കോളൂ. എത്തിയിട്ടില്ല, ആയിട്ടില്ല. നോക്ക്, എത്ര പെട്ടെന്ന് ഞാൻ ശ്രീലക്ഷ്മിയുടെ ജീവിതരേഖയിലൂടെ കടന്നുപോയി. ഈ ചിത്രങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്.